എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമക്കാവ് അമ്പലത്തിലെ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള എല്ലാ കൊമ്പന്മാരും പങ്കെടുത്തു എന്ന് വേണം പറയാൻ. ഈ വീഡിയോ ആരംഭിക്കുന്നത് ഈയാൽ വെച്ചിട്ടാണ്. ഈയാലിൽ നിന്നാണ് പുതുപ്പള്ളി കേശവനാന വണ്ടിയിൽ കയറി നേരെ ആമക്കാവ് അമ്പലത്തിലേക്ക് അവിടേക്ക് പോകുന്നത്. ഉത്സാഹ കമ്മിറ്റി അങ്ങനെ എന്തോ ആണ് കമ്മിറ്റിയുടെ പേര്. ഇനി എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് കമ്മിറ്റിയുടെ പേരൊക്കെ വായിക്കാം. ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ആനയും കൂടിയും വരുന്നുണ്ട്. പുതുപ്പള്ളി അർജുനൻ എന്ന ആ വണ്ടിയുടെ മീതെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പുതുപ്പള്ളി അർജുനനാണോ എന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നല്ലൊരു ആനയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ആമക്കാവ് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്താണ് അവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് ഞാൻ കണ്ടത്. സൗത്ത് ന്യൂ ബസാർ അങ്ങനെ എന്താണ് കമ്മിറ്റിയുടെ പേര്. ആനനെ നല്ല രീതിയിൽ ചമയങ്ങളൊക്കെ ഇട്ട് അവിടെ എഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട്. അവിടെ പഞ്ചവാദ്യമാണ് അവർക്കുള്ളത്. പിന്നെ എൽഫിൻ സ്ക്വാഡ് പാപ്പന്മാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ഉത്സാഹ കമ്മിറ്റിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ പുതുപ്പള്ളി കേശവനാനേനെയാണ് എഴുന്നള്ളിക്കുന്നത്. നാദസ്വരമാണ് അവരുടെ മെയിൻ. അവരുടെ യൂണിഫോമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആവുന്നേ ഉള്ളൂ. അതായത് ഇവർ മെയിൻ റോഡിലേക്ക് കടന്നിട്ടില്ല. ഇവർ ഇടവഴികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ശരിക്കും പൂരം നല്ലൊരു ആഘോഷത്തിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗത്ത് അത്യാവശ്യം നേരം നിർത്തി കൊട്ടുന്നുണ്ട്. സമയം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തെച്ചുകൂട്ട് രാമചന്ദ്രൻ്റെ ആ ഒരു ടീമുണ്ടല്ലോ, ആ ടീം മെയിൻ റോഡിലേക്ക് ഇറങ്ങി അവരവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം പുതുപ്പള്ളി കേശവൻ്റെ ടീമിന് ഉത്സാഹ കമ്മിറ്റിക്കും അങ്ങനെ പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ആനേനെ ആ ഒരു പന്തലിലേക്ക് കൊണ്ടുവരികയാണ്. ആ പന്തലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ടീമിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. ആ ഫോട്ടോ എടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ ആ ഒരു കമ്മിറ്റിയുടെ പേര്, ആ ഒരു പന്തൽ, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ഭംഗിയിലാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പുതുപ്പള്ളി കേശവൻ്റെ ഒരു ഫ്ലക്സ് ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു നല്ല രസത്തിൽ തന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ അവർ എടുത്തു കഴിഞ്ഞു. ഇനി അവരിവിടെ ചെറുതായിട്ടൊന്ന് മേളം കൂട്ടിയിട്ട് അവരവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പ്രതീക്ഷിച്ചു. അവിടെ പുതുപ്പള്ളി കേശവനൊക്കെ നല്ല രീതിയിൽ തലകി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിടുത്തം കാണാം എന്ന് വിചാരിച്ചു. പക്ഷേ നടക്കില്ല. കാരണം അവിടെ ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ട്. ഒരാനയ്ക്ക് മാത്രമാണ് ഒരു സൈഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. മറ്റൊരാന നിൽക്കുന്നുണ്ടെങ്കിൽ ആനയുടെ കോലം മടക്കി വെച്ചിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പന്തലിക്ക് കയറുമ്പോൾ ആ കോലം ഒന്ന് മടക്കിയതിൻ്റെ ശേഷമാണ് പന്തലിക്ക് കയറുന്നത്. ഒരാനയ്ക്ക് മാത്രമാണ് കോലം വെച്ചിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കണ്ട മുകളിലൊരു ലൈൻ കമ്പി പോകുന്നത്. അപ്പോൾ അത് റിസ്ക്കാണ്. 2 ആനകൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് നേരമാണ് ഞാൻ ഈ ആനകളുടെ കൂടെ നടന്നിട്ടുള്ളത്. പിന്നീട് ഞാൻ നേരെ പൂരപ്പറമ്പേക്ക് പോവാണ് ഉണ്ടായത്. ഇനി അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ 2 ആനകളും ഒരുമിച്ച് നിന്ന് തലപ്പൊക്കം നടന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൂരപ്പറമ്പിൽ വെച്ചിട്ട് നല്ല അടിപൊളി രീതിയിൽ 2 ആനകളും തല പൊക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പുതുപ്പള്ളി കേശവനാണ് കുറച്ച് തല എടുപ്പ് കൂടുതലുള്ളത്. ഇവിടെ പിന്നെ ഉത്സാഹ കമ്മിറ്റിയുടെ ആ ഒരു പന്തലിൽ വന്നിട്ട് അവിടെ പഞ്ചവാദ്യം ഒന്ന് കൊട്ടാൻ തുടങ്ങി. അതായത് ആ ഒരു ന്യൂ സൗത്ത് ബസാറിൻ്റെ ടീം വന്നിട്ട് അതിനുശേഷം ചെറിയൊരു മേളം. അതിനുശേഷം ഉടനെ തന്നെ അവർ അവിടെ നിന്നും യാത്ര ആരംഭിക്കുന്നതാണ്. ഇവിടെ തെച്ചുകോട്ട് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനും മാത്രമൊന്നല്ല കേട്ടോ ഉള്ളത്. വേറെ ഇഷ്ടംപോലെ ആനകൾ വന്നിട്ടുണ്ട്. പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, അങ്ങനെ നിരവധി ആനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പോകുന്ന വഴിയിൽ ഇനി കുറച്ചും കൂടിയും ദൂരം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുക. അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ആനകളെയൊന്നും കാണാൻ പറ്റില്ല. കാരണം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് ആനകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റുക. എന്തായാലും കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള 2 ആനകൾ ഒരുമിച്ച് പോകുന്നതിന് വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒന്നിന് പിറകെ ഒന്നായിട്ട്. അപ്പോൾ അത് 2 ആനകളെ ഒറ്റ ഫ്രെയിമിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. എൻ്റെ ഒരു ശ്രമം വിജയിച്ചു എന്ന് വേണം പറയാം. ആദ്യം പോകുന്നത് പുതുപ്പള്ളി കേശവനാനി, രണ്ടാമത് നിൽക്കുന്നത് പിന്നിൽ വരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാനി. അങ്ങനെ 2 പേരും ഒറ്റ ഫ്രെയിമിൽ നിർത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് നടന്നു. 2 പേരെ ഒരുമിച്ച് കിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം എന്തായാലും ഉറപ്പായി. അപ്പോൾ എന്തായാലും ഇങ്ങനെയെങ്കിലും 2 പേര് ഒരുമിച്ച് കിട്ടിയത് എന്തായാലും നന്നായി. ഇപ്പോൾ ഏകദേശം കുറേ നേരമായിട്ടുണ്ട് ഞാൻ ഈ പുതുപ്പള്ളി കേശവനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ മാത്രം വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടും അവരുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടും മറ്റു ആനകളെയൊക്കെ കാണണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ നാദസ്വരാണ് നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഞാൻ അങ്ങനെ അവിടുന്ന് കുറേ ആനകളുടെ കാഴ്ച കാണാൻ പൂരപ്പറമ്പിലേക്ക് പോയി. അവിടെ കുറേ ആനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനകളതിനൊക്കെ കണ്ടു. ചീരുവത്തി രാജീവ്, ചോപ്പീസ് കുട്ടിശങ്കർ, അങ്ങനെയുള്ള കുറച്ച് ആനകളതിനൊക്കെ കണ്ടു. ആ കണ്ടു വരുന്ന വഴിയിലാണ് നമ്മുടെ പുതുപ്പള്ളി കേശവൻ്റെ ടീം ആനനെ അമ്പലത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അമ്പലം വനം വയ്ക്കുന്നു. അങ്ങനെ പുതുപ്പള്ളി കേശവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, അതിൻ്റെ തൊട്ട് പിന്നാലെയായിട്ട് തന്നെ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രനും ഉണ്ട്. അപ്പോൾ രാമചന്ദ്രൻ്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. രാമചന്ദ്രൻ്റെ വരവാകുമ്പോൾ ഒരു കുറച്ച് ഗംഭീരമൊക്കെ ആയിരിക്കുമല്ലോ, കുറച്ച് ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഭീമൻ ഇങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. കാത്തിരിക്കുന്ന വേറെ ഒന്നുമല്ല, രണ്ടാനനെ ഒരുമിച്ച് കിട്ടുക, തലപ്പൊക്കം ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ തന്നെ രാമചന്ദ്രനാന അങ്ങോട്ട് വന്നു. അത്യാവശ്യം ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. പാടത്ത് വേറെ ആനകളതിനൊന്നും നിരത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും രാമചന്ദ്രനെ ഇനി കാണാം. പുതുപ്പള്ളി കേശവന് ഏകദേശം 320 സെൻറ്റിമീറ്ററാണ് ഉയരം എന്നാണ് കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ട് അളക്കുന്നുണ്ടായിരുന്നു. രാമചന്ദ്രൻ ആനേനെ അളന്നതായിട്ട് അറിവൊന്നുമില്ല. രാമചന്ദ്രൻ്റെ ഉയരം എത്രയാണെന്ന് അറിയില്ല. 2012 എത്ര 314 സെൻറ്റിമീറ്ററാണ് വനം വകുപ്പിൻ്റെ ഒരു രേഖകളിലൊക്കെ ഉള്ളത്. പിന്നെ അതിനുശേഷം വനവകുപ്പ് ആനകളുടെ ഉയരം അളന്നിട്ടൊന്നുമില്ല. എന്തായാലും ഇനി ആനകളേനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ സമയമാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാം. ഒരു വശത്ത് രാമചന്ദ്രനാന അമ്പലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് പുതുപ്പള്ളിയാന അവിടെ ഇങ്ങനെ തല പൊക്കി തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പുതുപ്പള്ളിയാനയുടെ പിന്നിലായിട്ട് രാമചന്ദ്രനാന അവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. അതിനുശേഷം അമ്പലത്തിന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ രണ്ട് ആനകളും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത്. ഒരുപാട് നേരെ ഞാൻ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ മാത്രമല്ല, ഒരുവിധം ഈ കമ്മിറ്റിക്കാരും ആനപ്രേമികളും അതേപോലെ ഇവിടെ പൂരം കാണുമെന്ന എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്നത് പുതുപ്പള്ളിയാനയും രാമചന്ദ്രനാനയും ഒരുമിച്ച് ഒന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതൊരു സംഭവമായിരുന്നു. പുതുപ്പള്ളിയാന അവിടെ പോയിട്ട് ആദ്യം തന്നെ സ്ഥാനം പിടിക്കുന്നുണ്ട്, കണ്ടോ? അതൊരു എന്താ പറയുക, നല്ലൊരു നീക്കമാണ് ആ ഒരു കാണിച്ചത്. അവിടെ ചെന്ന് സ്ഥാനം പിടിച്ച് നിൽക്കുന്നു. അതിനുശേഷമാണ് രാമചന്ദ്രനാന വരുന്നത്. അങ്ങനെ മേളം കഴിഞ്ഞതിന് ശേഷം രാമചന്ദ്രൻ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്, പറമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ പുതുപ്പള്ളി കേശവൻ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ രണ്ടാനകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് രാമചന്ദ്രനും പുതുപ്പള്ളിയാനയും ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ളതാണ്. നിരവധി ആൾക്കാർ ആ ചിത്രങ്ങളൊക്കെ പകർത്താൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട്. എല്ലാവരും മൊബൈലിലും ചിത്രീകരിക്കുന്നുണ്ട്. ഇതൊരു അവിസ്മരണീയമായ മുഹൂർത്തം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം രണ്ട് ഉയരം കൂടിയ ആനകൾ ഒരുമിച്ച് നിൽക്കുന്നു, അതും കൂട്ടിയെഴുന്നള്ളിപ്പിന് എത്തുന്നതിന് മുമ്പ് തന്നെ. എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ രണ്ടാനേനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ഒരു തലപ്പൊക്കമാണ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തലപ്പൊക്ക മത്സരത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടു നോക്കിയോളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ കാണുന്ന തലപ്പൊക്കം എന്ന് പറയുമ്പോൾ അത് ഒരു തമാശക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മത്സര ഇനായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടുന്ന പരിപാടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു രസത്തിൻ്റെ മീതെ ഇതെന്തൊരു തല ഉയർത്തി നിർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരാണ് ഉയരം കൂടിയ ആന, ആരാണ് തലപ്പൊക്കമുള്ള ആന, നിലവ് പിടിക്കുന്ന ആന, ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ ആന ആകാശത്ത് നോക്കുന്നു, കൊമ്പ് ഉയർത്തുന്നു എന്നൊന്നും പറയണ്ട കേട്ടോ. ഓരോ ആനകൾക്ക് ഓരോ ആനയുടെ പോലെ നിലവുണ്ട്.
എങ്ങനെയുണ്ട്? രണ്ടാനകളേനെ കാണാൻ നല്ല ഭംഗിയില്ലേ? രണ്ടാനകളും തലപൊക്കി നിൽക്കുന്നു. നല്ല രസമുണ്ടല്ലേ ആ ഒരു നെറ്റിപ്പട്ടം, അതേപോലെ തന്നെ കോലം, അതൊക്കെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് തലയൊക്കെ പൊന്തിച്ച് പിടിച്ച് കാണുമ്പോൾ. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ ഉയർത്തി പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം ആൾക്കാർ മുന്നിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, അവരുടെ കൈയൊക്കെ ഉയർത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീതെ പിടിച്ചിട്ട് വേണം എനിക്ക് ഈ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഉയരം കുറവായത് കൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ, ആൾക്കാരുടെ പിന്നിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ആനകളെ കാണാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് അത്യാവശ്യം ഉയർത്തി പിടിക്കുന്നത്. അത്യാവശ്യം ജനങ്ങൾ ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ പഞ്ചവാദ്യമാണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന വാദ്യം ഏത് തന്നെ ആയിക്കോട്ടെ, അവിടെ പിള്ളേർക്ക് ഡാൻസ് കളിക്കുക ഇതിനേക്കാളും മികച്ചൊരു അവസരം വേറെ ഇല്ല. അവിടെ അവരുടെ പിന്നിലായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ 2 നാട്ടാനകളാണ്. നിങ്ങൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ, പിള്ളേർ ഡാൻസ് കളിക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ മുഴുവനും. അല്ലാതെ ആന തലപൊക്കുന്നതിൽ ഈ കമ്മിറ്റിക്കാർ ഒന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അവർക്കറിയാം ഈ നിൽക്കുന്ന എന്താ പറയുക നീല കളർ ഉണ്ടല്ലോ, അവരെല്ലാവരും പുതുപ്പള്ളി കേശവൻ്റെ ടീമാണ് കേട്ടോ. പുതുപ്പള്ളി കേശവൻ ഒരു നിരപ്പ് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, അതിൽ യാതൊരു മാറ്റവും. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് പിള്ളേർ അവിടെ അങ്ങനെ ചാടി കളിക്കുന്നത്. അവർ ആനനെ നോക്കുന്നത് പോലുമില്ല. ആനനെ നോക്കുന്നത് മുഴുവനും പൂരം കാണാൻ വന്നിട്ടുള്ള ആൾക്കാരും കുറച്ച് ആനപ്രേമികളും മാത്രമാണ്. അല്ലാതെ കമ്മിറ്റിക്കാരൊന്നും ആനനെ നോക്കുന്നേ ഇല്ല. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആൽത്തറ ഉണ്ടായിരുന്നു. ആൽത്തറയുടെ മീതെ നിന്നിട്ട് കയറി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, കൈ ഉയർത്തി പിടിച്ച് കൈ കടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആനകളേനൊക്കെ കാണാം. ആനകളേനെ മാത്രമല്ല, അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരേനെയും കാണാം. 2 ആനകളേനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ ഇത്രയധികം ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്ന സ്ഥലത്ത് എത്രത്തോളം ആളുകളുണ്ടായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. കൂട്ടിയെഴുന്നള്ളിപ്പ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ട്രെയിലർ മാത്രം. കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുപ്പള്ളി കേശവൻ്റെ ടീമിലെ ആ മെമ്പേഴ്സിനെ മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് കേട്ടോ. അവരുടെ ഒരു പ്രത്യേക കളറ് നീലയാണ്, ഒരു മയിൽപ്പീലി കളർ നീല പോലെ ഒരു പ്രത്യേക നീലയൊക്കെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് വൈഡാക്കി പിടിക്കുകയാണെങ്കിൽ അവർ തുള്ളിച്ചാടനമൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് രസമല്ലേ അവരുടെ ആ ഒരു പച്ചയല്ല നീലല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കളറ്. ഇവിടെ ആനകളേനൊക്കെ എല്ലാ ആൾക്കാരും നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലേക്ക് വേറൊരു അതിഥി കൂടി കടന്നു വരാൻ നോക്കുന്നത്. വേറെ ആരല്ല, നമ്മുടെ ചിറക്കൽ കാളിദാസൻ ആന തന്നെ. പക്ഷേ കാളിദാസൻ വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നില്ല. ഈ 2 ആനയുടെ ഒരു ബെൽറ്റിലേക്ക് ജോയിൻ ചെയ്യാതെ തന്നെ അദ്ദേഹം അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. കാളിദാസനും കൂടി ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ ഈ സീന് അത് നല്ലൊരു ഗംഭീര സീനായി മാറിയേനെ. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ പാടത്ത് വെച്ചിട്ട് ശരിക്കൊന്ന് പിടിക്കുന്നുണ്ട്. തെച്ചുകൂട്ടുകാവിൻ്റെ 2 സൈഡിലും പുതുപ്പള്ളിയും കാളിയും വന്നിട്ട് നല്ല രീതിയിൽ എന്നെ പിടിക്കുന്ന ഒരു സീനുണ്ട്. കണ്ടോ, കാളി അങ്ങനെ ഇവരെ 2 പേരിനും മൈൻഡ് ചെയ്യേണ്ട അങ്ങോട്ട് പോവുകയാണ് നേരെ പാടത്തേക്ക്. കാളിദാസനാന പാടത്തേക്ക് പോയ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ 2 ആനകളേനെ കമ്മിറ്റിക്കാർ പാടത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തുടങ്ങുകയാണ്. ആദ്യം പുതുപ്പള്ളി കേശവനെ കൊണ്ടുപോവുക, പിന്നീട് രാമചന്ദ്രനെ കൊണ്ടുപോവുക എന്നാണ് തോന്നുന്നതെങ്കിലും 2 ആനകളേനെ ഒരുമിച്ച് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. പിന്നീട് അതിന് ശേഷം ഓരോ ആനകളേനായിട്ട് അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എങ്കിലും 2 ആനകളേനെ ഒരുമിച്ച് തന്നെയാണ് പാടത്തേക്ക് വീണ്ടും ഇറക്കുന്നത്. നമ്മളിങ്ങനെ കുറേ അനിശ്ചയത്തിലൊക്കെയാണ് നിൽക്കുന്നത്, ഏത് ആനയാണ് ആദ്യം ഇറങ്ങുന്നത്, ഏത് ആനയാണ് ആദ്യം പോകുന്നത്. പക്ഷേ ചില നേരത്ത് 2 ആനേനെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്, ചില നേരത്ത് 1 ആനേനെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇതിവിടെ പുറത്തേക്ക് എത്തിയതിന് ശേഷം വീണ്ടും 2 ആനേനെ ഒരുമിച്ച് നിർത്തുന്നു. ഇപ്രാവശ്യം ഞാൻ നിൽക്കുന്നത് രാമചന്ദ്രൻ്റെ ഒരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രാമചന്ദ്രൻ്റെ ഉയരം കൂടി നമുക്ക് കാണാം. നേരത്തെ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരാൻ പറ്റാത്ത കുറേ ഭക്തജനങ്ങളുണ്ട്, ആനപ്രേമികൾ, പൂരം കാണാൻ വന്നവർ എല്ലാവരും ഉണ്ട്. അവർ ഇപ്രാവശ്യം ആ പാടത്തെത്തിയപ്പോൾ ആനയുടെ ചുറ്റും കൂടി നിരവധി ആൾക്കാരാണ് കേട്ടോ ആനേനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. ഇത് നല്ലൊരു മുഹൂർത്തമാണ്. കാരണം ആന കൂട്ടെഴുന്നള്ളിപ്പിന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ 2 ആനകൾ ഒരുമിച്ച്, അത് കേരളത്തിലെ തന്നെ വലിയ 2 ആനകൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഏതൊരാളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും അത് പകർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ജനങ്ങൾക്ക്
കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിരവധി ജനങ്ങളാണ് അത് കാണാൻ വേണ്ടി നിൽക്കുന്നത്. കുറച്ച് നേരത്തെ ആ ഒരു തലപ്പൊക്കത്തിന് ശേഷം ഈ 2 ആനകളെ അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഒരുമിച്ച് തന്നെയാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ അവരിങ്ങനെ നിർത്തിയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒരു സീൻ കണ്ടോ നിങ്ങൾ? നല്ല രസമുണ്ടല്ലേ? 2 ആനകൾ അങ്ങനെ പാടത്തേക്ക് ഇറങ്ങണം. അവിടെ കുറച്ച് ആനകളൊക്കെ നിരന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ 2 ആനകളും കൂടി ഇറങ്ങിപ്പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ച. ഇനി ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ അടുത്ത ഒരു വീഡിയോയിലാണ് കാണിക്കുന്നത്. കാരണം എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല സൈസായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയും കാണണം കേട്ടോ.